20 കോടിക്ക് മുകളിൽ കളക്ഷൻ ഗില്ലി. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. 20 കോടിക്ക് മുകളിൽ കളക്ഷൻ ഗില്ലി. റീ റിലീസ് ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ. അതും ഗില്ലി എന്ന അണ്ണന്റെ സിനിമ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇളയദളപതി എന്ന വിളി പേരിൽ നിന്ന് ഇപ്പോൾ തലപതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞ നമ്മുടെ സ്വന്തം വിജയ് അണ്ണന്റെ ഗില്ലി റീ റിലീസ് ആഘോഷമാക്കിയിരിക്കുകയാണ് വിജയ് ആരാധകർ. പുതിയൊരു സിനിമ തിയേറ്ററുകളിലെത്തിയ പ്രതിനിധിയാണ് അവർക്കിപ്പോൾ തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യം. തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ മികച്ച സ്വീകാര്യതയാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഏപ്രിൽ 20 റിലീസ് ചെയ്ത ചിത്രം ഇതിനോടകം തന്നെ 20 കോടി ആഗോള കളക്ഷൻ നേടിയ ചിത്രമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വെറും 7 ദിനങ്ങൾ കൊണ്ട് ചിത്രം 25 കോടിക്കടുത്ത് കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇലക്ഷൻ കാലത്ത് പുതിയ റിലീസുകളൊന്നും തന്നെ ഇല്ലാത്ത തമിഴ്നാട്ടിൽ മലയാള സിനിമകളുടെ ഡബ്ബിംഗ് പതിപ്പുകൾ വിജയം നേടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് തിയേറ്റർ ഉടമകൾ റീ റിലീസ് എന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ എടുത്തു വച്ചിരിക്കുന്നത്. 20 വർഷങ്ങൾക്കിപ്പുറം സിനിമയ്ക്ക് ഗംഭീര വരവേൽപ്പ് ലഭിച്ചതിൽ വിതരണക്കാരും സംവിധായകൻ ധരണിയും വിജയെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിച്ചിരുന്നു. 2004 AM രത്നം നിർമ്മിച്ച് ധരണി സംവിധാനം ചെയ്ത ചിത്രമാണ് ഗില്ലി. തൃഷ വിജയ് ജോഡികളുടെ പ്രകടനമാണ് ആരാധകരെ ഏറെ ആകർഷിക്കുന്നത്. ഇപ്പോഴും ചിത്രത്തിന് വലിയ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഏത് ഏരിയയിൽ പോലും അയ്യ ഗില്ലിടാ, അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. കോളിവുഡിനെ രക്ഷിക്കാൻ ഒടുവിൽ അണ്ണൻ തന്നെ വേണ്ടിവന്നു എന്ന് തന്നെ പറയുകയാണ് അണ്ണന്റെ ആരാധകരായ ഇപ്പോഴത്തെ ചെറുപ്പക്കാരടക്കം അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഗില്ലിയുടെ ആരാധകർ. അങ്ങനെ റിലീസ് ചെയ്ത് 20 വർഷം ആയ ചിത്രം 20 വർഷങ്ങൾക്ക് ഇപ്പുറം വന്നപ്പോൾ അപ്പോഴും തിയേറ്ററിൽ വലിയൊരു നേട്ടമുണ്ടാക്കി 20 കോടിയും കടന്ന് മുന്നേറുക എന്നുള്ളത് അത് അണ്ണന് മാത്രം സാധിക്കുന്ന മാജിക് തന്നെയാണെന്നാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഇനി ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വന്ന് ഹിറ്റാകുമ്പോൾ അവിടെ തമിഴ്നാട്ടിൽ ഇറങ്ങിയ ചിത്രങ്ങൾ ഹിറ്റാകാതെ പോകുമ്പോൾ റീ റിലീസ് എന്ന പുതിയ ഒരു മാർഗം ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ തമിഴ് സിനിമ നിർമ്മാതാക്കളും തിയേറ്റർ പ്രതിനിധികളെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്നെടുത്തിരിക്കുകയാണ്. ഇനി ഒരുപാട് ചിത്രങ്ങൾ, വമ്പതാരങ്ങളുടെ അടക്കം ചിത്രങ്ങൾ ഒരുപാട് റീ റിലീസ് ഉണ്ട് എന്നാണ് അറിയുന്നത്. കമൽഹാസന്റെ ഗുണ റിലീസ് ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. രജനികാന്തിന്റെയും അജിത്തിന്റെയും അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ റീ റിലീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. സൂര്യയുടെ ചിത്രവും വരുന്നുണ്ടെന്ന് പറയുന്നു. ഏതായാലും വരട്ടെ, വരുന്ന സിനിമകളെല്ലാം തന്നെ വിജയമാകട്ടെ. പഴയ സിനിമകൾ തിയേറ്ററിൽ ഒരിക്കൽ കൂടി കാണുവാൻ കണ്ടവർക്കും കാണാത്ത പുതിയ ജനറേഷനുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങനൊരു അവസരം വന്നിരിക്കുന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.